മെയ് 8-ാം തീയതി ചരിത്ര നിമിഷങ്ങൾക്ക് ലോകം സാക്ഷ്യം വഹിക്കുകയായിരുന്നു. 267-ാമത്തെ കത്തോലിക്ക സഭയെ, ആഗോള സഭയെ നയിക്കുവാൻ ദൈവം തെരഞ്ഞെടുക്കുന്ന പിൻഗാമി ആരാണെന്ന് അറിയുവാൻ മെയ് 7-ന് ആരംഭിച്ച കോൺക്ലേവ് മുതൽ വത്തിക്കാൻ സ്ക്വയറിൻ്റെ ചത്തുരം മുഴുവനും, ലോകം മുഴുവനും ടെലിവിഷൻ, മറ്റ് മാധ്യമങ്ങളിലൂടെ ആരാണ് ദൈവം തിരഞ്ഞെടുക്കാൻ പോകുന്നതെന്നറിയുവാൻ ജനം കണ്ണുനട്ട് കാത്തിരിക്കുകയായിരുന്നു. അങ്ങനെ ആ അത്ഭുതം ഇന്നലെ സംഭവിക്കുകയായിരുന്നു. ദൈവത്തിൻ്റെ അത്ഭുതകരമായ പദ്ധതിയുടെ ഭാഗമായി 267-ാമത്തെ ആഗോള സഭയെ നയിക്കുവാനുള്ള ഇടയൻ തിരഞ്ഞെടുക്കപ്പെട്ടു. ആ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അമേരിക്കൻ ഒറിജിനായിട്ടുള്ള പത്രോസിൻ്റെ പിൻഗാമിയായ ആദ്യത്തെ മാർപ്പാപ്പയാണ് 2025 വർഷത്തെ ചരിത്രം ഉറങ്ങുന്ന പാരമ്പര്യത്തിൽ സംഭവിച്ചത്. എങ്ങനെയാണ് ആ തെരഞ്ഞെടുപ്പിനെ ജോജിച്ചൻ നോക്കിക്കാണുന്നത്? തീർച്ചയായിട്ടും ജോബിയച്ച, വളരെ എല്ലാവർക്കും വളരെ സർപ്രൈസ് ആയിട്ടുള്ള ഒരു മാർപ്പാപ്പയാണ് നമുക്ക് കിട്ടിയത്. കാരണം മീഡിയ എല്ലാം തന്ന നിരവധി പേരുകളുണ്ട്. ആ ലിസ്റ്റിലൊന്നും ഒരുപക്ഷെ വളരെ ശ്രദ്ധേയമായി ഇടം പിടിക്കാതെ എല്ലാവർക്കും വളരെ സർപ്രൈസാണ്. ഞാൻ നമ്മളെല്ലാവരും സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിനുള്ളപ്പോൾ പേര് അനൗൺസ് ചെയ്തപ്പോൾ റോബർട്ട് ഫ്രാൻസിസ് പ്രവോസ്റ്റ് എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ അടുത്ത് നിന്നവർ തന്നെ ആരാണിതെന്ന് ചോദിക്കുകയുണ്ടായി. കാരണം ഒത്തിരി സുപരിചിതനായ ഒരു പേരായിരുന്നില്ല. പക്ഷെ ഞാൻ തീർച്ചയായിട്ടും ചിന്തിക്കുന്നത് ഇപ്രകാരമാണ്, എനിക്ക് തോന്നുന്നത് ഇപ്രകാരമാണ്. ശരിക്കും 1.4 ബില്യൺ ആൾക്കാർ, ജനങ്ങൾ, വിശ്വാസികൾ ഈ ദിവസങ്ങളിലെല്ലാം പ്രാർത്ഥിക്കുകയായിരുന്നു. അതുകൊണ്ട് തീർച്ചയായിട്ടും പരിശുദ്ധാത്മാവ് ഈ 133 കർദിനാൾമാരെ ശരിക്കും ആത്മീയമായിട്ട് ചലിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ഉത്തരമാണ് എന്ന് എനിക്ക് ശക്തമായിട്ട് തന്നെ തോന്നിയാണ്. മാനുഷിക പ്രതീക്ഷകൾക്ക് അപ്പുറമായി ദൈവത്തിൻ്റെ ഇടപെടലുകൾ, ദൈവത്തിൻ്റെ ഇലക്ഷൻ, അതാണ് നമ്മളോട് പറയുന്നത്. തീർച്ചയായിട്ടും എനിക്ക് അച്ഛൻ പറഞ്ഞതിനോടൊരു വളരെയധികം യോജിച്ചുകൊണ്ടൊരു കാര്യം ഞാൻ ഓർക്കുകയാണ്. ഈ ദിവസങ്ങളിൽ പത്രമാധ്യമങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാ മാധ്യമങ്ങളും തന്നെ ഒരുപാട് കർദിനാൾമാരുടെ പേര് 100% മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കുമെന്ന് ശക്തമായി പ്രഘോഷിച്ചുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ക്യാമ്പയിൻ നടത്തുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് കർദിനാൾ പിയത്രോ പരോളിൻ, ടാഗ്ലെ, അനേകം പേരുടെ പേര്. നമ്മൾ ഇത് ഒന്ന് ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, 2013 ഇതുപോലെ മാർപ്പാപ്പയുടെ കോൺക്ലേവ് ഇലക്ഷൻ നടക്കുമ്പോൾ ഇതുപോലെ ഒരുപാട് ലിസ്റ്റ് BBC, CNN എല്ലാം പുറത്തുവിട്ടു. പക്ഷെ അവരുടെ ഒന്നിനും ലിസ്റ്റിലില്ലാത്തൊരു വ്യക്തിയാണ് ആ കോൺക്ലേവിൽ പരിശുദ്ധാത്മാവ് തിരഞ്ഞെടുത്തത്. അപ്പം അതുപോലെ ഈ കോൺക്ലേവിലും സംഭവിക്കാമെന്ന് നമ്മൾ പ്രത്യേകിച്ച് ഗുഡ്നസ് ടെലിവിഷനിൽ പല പ്രാവശ്യം ലൈവായി വാർത്ത കൊടുത്തപ്പോൾ ഇങ്ങനെ സൂചിപ്പിക്കുകയുണ്ടായി. ഈ കോൺക്ലേവിൽ സർപ്രൈസുകൾ സംഭവിക്കാം എന്ന് തന്നെ പല പ്രാവശ്യം ആവർത്തിച്ച് പറയുകയുണ്ടായി. അപ്പം അച്ഛൻ പറഞ്ഞ കാര്യത്തോട് കൂട്ടിച്ചേർത്ത് വായിക്കുന്ന അച്ഛൻ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം ഉണ്ടായെന്നാണല്ലോ സൂചിപ്പിച്ചത്. ഞാൻ ഓർക്കുന്നൊരു കാര്യം, അച്ഛൻ ഓർക്കുന്നുണ്ടോ, നമ്മൾ തട്ടിൽ പിതാവിനെ നമ്മൾ ഇന്റർവ്യൂ നടത്തി കഴിഞ്ഞപ്പോൾ സിറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് അഭിമന്യ റാഫേൽ തട്ടിൽ പിതാവ് പറഞ്ഞത് ഈ തവണത്തെ കോൺക്ലേവിൽ ഒരു പന്തക്കുസ്ത ചലിക്കുന്ന അനുഭവം ഉണ്ടാകുന്നത്. തീർച്ചയായിട്ടും അത് തന്നെയാണ് നമുക്കിപ്പോൾ ഈ ഇലക്ഷനിൽ കാണുവാനും സാധിക്കുന്നതെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ്. തീർച്ചയായും. കാരണം അങ്ങനെ ആരും പ്രതീക്ഷിക്കാത്ത ഒരു വ്യക്തി എലക്ട് ചെയ്യപ്പെടുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്നെ നയിച്ച് ദൈവം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയിലേക്ക് പരിശുദ്ധാത്മാവ് പോയിന്റ് ഔട്ട് ചെയ്ത് ആ വ്യക്തിയെ തിരഞ്ഞെടുത്ത പോലെ തോന്നുകയാണ് ആ ഒരു തെരഞ്ഞെടുപ്പിന്. അപ്പം അത് തീർച്ചയായും നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഈ ദിവസങ്ങളിൽ ടെലിവിഷനിലൂടെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഒരു സർപ്രൈസ് തന്നെയാണ് അച്ഛൻ സൂചിപ്പിച്ചതുപോലെ സംഭവിച്ചിരിക്കുന്നത്. കോൺക്ലേവിൽ പന്തക്കൊസ്തയുണ്ടായിരുന്നു, ഒരു പരിശുദ്ധാത്മാവിൻ്റെ ചലനം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് അച്ഛൻ ഓർക്കുന്നില്ല, നമ്മൾ ഇന്ന് 4ാം റൗണ്ട് വോട്ടെടുപ്പ് നടക്കുമ്പോൾ നമ്മൾ രണ്ടുപേരും ലൈവിൽ നിന്നുകൊണ്ട് ഗുഡ്നസ് ടെലിവിഷനോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് പുക വന്നത്, അത്ഭുതം സംഭവിക്കുന്നത്. അതെ തന്നെ, അതും കറക്റ്റ് വെളുത്ത പുക വരികയും നമ്മൾ ലൈവിൽ തന്നെ നമുക്കത് വിറ്റ്നസ് ചെയ്യാൻ പറ്റുകയും ചെയ്തു. വളരെ ഒരു സ്പെഷ്യൽ മൊമെന്റ് ആണ്. അതെ, ഞാൻ അതിനോട് കൂട്ടിച്ചേർത്ത് ഓർക്കുന്നൊരു കാര്യം, ഇന്ന് ലൈവിൽ പല പ്രാവശ്യം TV യിൽ വന്നപ്പോൾ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. അതായത് ഇന്നലെ പൊമ്പൈ മാതാവിൻ്റെ, അവർ ലേഡി ഓഫ് പൊമ്പൈ മാതാവിൻ്റെ തിരുനാളാണ്. അപ്പം
അതോടൊപ്പം തന്നെ അവർ ലേഡി ഓഫ് മീഡിയാട്രിക്സ് ഓഫ് ഗ്രേസ് എന്ന് പറഞ്ഞ തിരുനാള് ചില രൂപതകളിൽ ആഘോഷിക്കുന്ന ദിവസം അന്ന് തന്നെയായിരുന്നു. ഒഫീഷ്യലി വേറൊരു ദിവസം സഭയിൽ ആ തിരുനാൾ ആഘോഷിക്കപ്പെടുന്നുണ്ടെങ്കിലും ആ തിരുനാൾ കൂടിയായിരുന്നു. അപ്പം അന്ന് ഒരു ഇന്ന് അങ്ങനെ ഒരു അത്ഭുതം പരിശുദ്ധ അമ്മയുടെ ഇടപെടലിനാൽ ഇന്നലെ സംഭവിക്കട്ടെ എന്ന് നമ്മൾ ലൈവായിട്ട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അത് ഒരു മാതാവിന്റെ ഇടപെടലായിട്ട് കൂടി നമുക്ക് ഈ ഒരു തെരഞ്ഞെടുപ്പിനെ കാണാമെന്ന് എനിക്ക് തോന്നുകയാണ്. കാരണം അവർ ലേഡി ഓഫ് ഗ്രേസ് ഒരു മാതാവിന്റെ ഒരു അത്ഭുത മാധ്യസ്ഥം ഈ സംഭവത്തിൽ ഉണ്ടായിട്ടുണ്ടെന്ന് വിശ്വസിക്കാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ മാതാവിന് വളരെ ഭക്തിയുള്ള ഒരു മാർപ്പാപ്പയായിരുന്നു. അപ്പം തീർച്ചയായിട്ടും പല പ്രാവശ്യവും ഫ്രാൻസിസ് മാർപ്പാപ്പ അവർ ലേഡി ഓഫ് പൊമ്പയിൽ പോയി സന്ദർശിക്കാൻ പോയിട്ടുണ്ട്. പ്രത്യേക ഒരു ഭക്തി ഉള്ളതായിട്ട് കേട്ടിട്ടുണ്ട്. അതെ അതെ. അതുപോലെ ഒരുപക്ഷെ ഫ്രാൻസിസ് മാർപ്പാപ്പ സ്വർഗത്തിലിരുന്നുകൊണ്ട് അവർ ലേഡി ഓഫ് പൊമ്പൈ മാതാവിനോട് മധ്യസ്ഥം വഹിച്ചതിന്റെ ഒരു ഫലം കൂടി ആയിരിക്കാം. അതെ തീർച്ചയായിട്ടും. നമുക്കറിയാവുന്ന പോലെ മരിയ മേജറിൽ പോയി പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് മാതാവിനോട് ഒത്തിരി അടുത്ത ബന്ധമുള്ള പാപ്പയായിരുന്നു ഫ്രാൻസിസ് പാപ്പ. അതുകൊണ്ട് ഈ പാപ്പയും ഒരു മരിയൻ പാപ്പ എന്ന് തന്നെ ആകുമെന്നാണ് എൻ്റെ വിശ്വാസം. അതെ ജോബിയച്ച, വീണ്ടും ഈ പേര് റോബർട്ട് ഫ്രാൻസിസ് പ്രൊവോസ്റ്റ് എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും തമ്മിൽ നോക്കുന്ന കണ്ടു. അതിനുശേഷം നമ്മള് അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് ആരാണെന്നുള്ളൊരു പെട്ടെന്നുള്ളൊരു ഒരു ഷോക്കാണ്. സൈലൻസിലായിരുന്നു ജനതം. അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും നോക്കുകയായിരുന്നു. അപ്പൊ എല്ലാവരും ഓർത്തു ഈ കാർഡിനലിന്റെ ഒറിജിനൽ പേര് ഇങ്ങനെയാണ്. പക്ഷെ പോപ്പായി കഴിഞ്ഞതിന് ശേഷം ഒഫീഷ്യലായിട്ട് ഏത് പേര് തിരഞ്ഞെടുക്കും എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു അല്ലെ. പലരും ഓർത്തു ഫ്രാൻസിസ് സെക്കൻഡ് അല്ലെങ്കിൽ ജോൺ ബോൾ മൂന്നാമൻ, അങ്ങനെ പല പേരുകളും ആളുകൾ ജനറൽ ആയിട്ട് ചിന്തിക്കുകയുണ്ടായി. ജോബിച്ചിന് എന്ത് തോന്നുന്നു, എന്തുകൊണ്ടായിരിക്കാം ലിയോ എന്ന പേര്, ലിയോ 14 എന്ന പേര് പാപ്പ തിരഞ്ഞെടുക്കാൻ കാരണം എന്താണെന്നാണ് ജോബിയച്ചൻ ചിന്തിക്കുന്നത്? എനിക്ക് തോന്നുന്നത് ജോജിച്ച്, അതായത് ഇപ്പം നമ്മൾ സംസാരിച്ച കാര്യം തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. അതായത് ലയോ 13 മാർപ്പാപ്പ അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെടുന്നത് പിയൂസ് 9 മാർപ്പാപ്പയ്ക്ക് ശേഷമാണ് ആ പേര് തിരഞ്ഞെടുക്കുക. പിയൂസ് 9 മാർപ്പാപ്പയുടെ പൊന്തിഫിക്കേറ്റ് ആണ് ലോങ്സ്റ്റ് പൊന്തിഫിക്കേറ്റ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് ദി കാത്തലിക് ചർച്ച്. ഏകദേശം 31 വർഷം. അതിനുശേഷം വന്ന മാർപ്പാപ്പയാണ് ലയോ 13 മാർപ്പാപ്പ. 25 വർഷത്തോളം മാർപ്പാപ്പയായിരുന്നു. അപ്പം ഈ മാർപ്പാപ്പയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അദ്ദേഹം സോഷ്യൽ ജസ്റ്റിസിന് വേണ്ടി ഒരുപാട് പ്രവൃത്തിക്ക് എഴുതുക ചെയ്ത വ്യക്തി. നമ്മുടെ വളരെ ഫേമസ് ആയ എൻസൈക്ലിക്കലാണ് റേറും നൊവാരും. അതോടൊപ്പം തന്നെ അദ്ദേഹം 85 എൻസൈക്ലിക്കൽസ് എഴുതിയിട്ടുണ്ട്. അതിൽ 11 എൻസൈക്ലിക്കൽസും പരിശുദ്ധ മറിയത്തെക്കുറിച്ച്, ജപമാലയെക്കുറിച്ച്, ഒക്ടോബർ മാസത്തെക്കുറിച്ച്, മെയ് മാസത്തെക്കുറിച്ച്. അപ്പോൾ ഒരു മരിയൻ പോപ്പായിട്ടാണ് ലയോ 13 മാർപ്പാപ്പ അറിയപ്പെടുന്നത്. ഇത് മരിയൻ മാസമാണ്, മെയ് മാസം. മാതാവിന്റെ തിരുനാളാണ് ആ മാർപ്പാപ്പ തിരഞ്ഞെടുക്കപ്പെട്ട ദിവസം. അപ്പോൾ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് ഒരു മരിയൻ ടച്ച്, ഒരു മരിയൻ ചിന്ത റോബർട്ട് ഫ്രാൻസിസ് പ്രവോസ് കർദിനാളുടെ മനസ്സിൽ ഉണ്ടായി കാണാം. അപ്പം ഒരു മരിയൻ സഭ ഒരമ്മയാണ് അല്ലേ. അപ്പം മാതാവ് സഭയുടെ അമ്മയാണ്, മദർ ഓഫ് ദ ചർച്ച്. അപ്പം ലയോ 13 മാർപ്പാപ്പ ഒരു മരിയൻ മാർപ്പാപ്പ, അത് നല്ലൊരു വാക്കാണ് അച്ഛൻ ഉപയോഗിച്ചത്. എനിക്ക് തോന്നുന്നത് പുതിയൊരു യുഗം, ഈ പുതിയൊരു യുഗം ആരംഭിക്കുന്നതിന്റെ, അതുപോലെ തന്നെ ഒരു മരിയൻ യുഗം ആരംഭിക്കുന്നതിന്റെ സൂചനയായിട്ട് ആ പേരിനെ നമുക്ക് കാണാം എന്നാണ് എനിക്ക് തോന്നുക അച്ഛാ. തീർച്ചയായിട്ടും അത് തന്നെയാണ് വളരെ ആപ്റ്റായിട്ടുള്ള ഒരു ചിന്ത എനിക്ക് തോന്നി ഈ നിമിഷത്തിൽ. കാരണം ലിയോ 13 നിന്ന് 14 എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ആ ഇൻസ്പിറേഷൻ പാപ്പയുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കും. അതുകൊണ്ട് തീർച്ചയായിട്ടും അത് വളരെ അർത്ഥവത്താന്ന് തന്നെ തോന്നുകയാണ്. പിന്നെ പെട്ടെന്നൊരു കാര്യം ഞാൻ ഓർക്കുന്നത്, നമ്മൾ ഇന്ന് ഇവിടുത്തെ ഫ്രാൻസിസ്കൻ വൈദികരുടെ ജനറലേറ്റിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ നമ്മളുടെ ബാപ്റ്റിസ്റ്റ് അച്ഛൻ ഒരു പെട്ടെന്നൊരു ചിന്ത നമ്മൾ നടന്നു പോയപ്പോൾ സൂചിപ്പിക്കുകയുണ്ടായി. എങ്ങനെയാണ് തമ്മിലുള്ള കണക്ട് ആവുന്നത്? അത് കാരണം അതൊരു കാരണമുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ഓർക്കണം, ഈ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പൊന്തിഫിക്കേറ്റിന് ശേഷം പലതരത്തിലുള്ള കൺഫ്യൂഷൻസ് ചർച്ച ചെയ്യപ്പെടുകയുണ്ടായി. അതായത് ഇനി വരുന്ന മാർപ്പാപ്പ എങ്ങനെയുള്ളവരായിരിക്കും? കാരണം ഒരു കൺസർവേറ്റീവ് ആയിരിക്കോ, ലിബറൽ ആയിരിക്കോ, അല്ലെങ്കിൽ മീഡിയം പാത്ത് സ്വീകരിക്കുന്ന ആളാണോ? അപ്പം ആ കൺഫ്യൂഷൻസിന് ഒരു വിരാമം ഇടുന്ന രീതിയിലുള്ള ഒരു ചിന്തയാണ് വന്നിരിക്കുന്നത്. അതായത് നമ്മൾ ഓർക്കുക, ഫ്രാൻസിസ് മാർപ്പാപ്പ
മാർപ്പാപ്പ തിരഞ്ഞെടുത്ത പേര് ഫ്രാൻസിസ് അസീസിയുടെ പേരാണ്. അപ്പം ഫ്രാൻസിസ് അസീസിയുടെ സെക്രട്ടറിയും കുമ്പസാരക്കാരനും അസിസ്റ്റന്റും ഒക്കെ ആയിരുന്നു ലയോ ബ്രദർ, മനസ്സിലായില്ലേ? അപ്പം ഫ്രാൻസിസ് തൻ്റെ ഇഹലോക ജീവിതം അവസാനിപ്പിച്ച് മുന്നോട്ട് പോകുമ്പോൾ ആ ഒരു ഹെറിറ്റേജ് കൈമാറ്റം ചെയ്യുന്നത് ലയോക്കാണ്, അദ്ദേഹത്തിന്റെ സെക്രട്ടറിക്ക്. അപ്പൊ അങ്ങനെ ചിന്തിക്കുമ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പ അപ്പോയിന്റ് ചെയ്തിരിക്കുന്ന കർദിനാളാണ് റോബർട്ട് ഫ്രാൻസിസ് പ്രവോസ്റ്റ്. അപ്പം ഒരു ഫ്രാൻസിസ് അസീസി എങ്ങനെ തന്റെ സെക്രട്ടറിയായ ലയോ കണ്ടോ, ഒരു ആത്മബന്ധം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇതും ഒരു ആത്മബന്ധമായിട്ടല്ലേ നമുക്ക് തീർച്ചയായിട്ടും. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഈ നമ്മുടെ ഫ്രാൻസിസ് മാർപ്പാപ്പ അപ്പോയിന്റ് ചെയ്തിരിക്കുന്ന ഈ കർദിനാള് ലയോ എന്ന് പേരെടുക്കുമ്പോൾ അദ്ദേഹം ഒരു പക്ഷേ ലോകത്തോട് പറയുകയാണ്, ഫ്രാൻസിസ് അസീസിയുടെ സെക്രട്ടറി ആയിരുന്ന ലയോ പിന്നീട് സഭയെ എങ്ങനെ നയിച്ചോ അതുപോലെ ഞാൻ എൻ്റെ മുൻഗാമിയായ ഫ്രാൻസിസ് എന്നെ നിയമിച്ചതാണ് കർദിനാളായിട്ട്. ഞാൻ തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ അദ്ദേഹം തുടർന്ന മൂല്യങ്ങൾ തുടർന്നു കൊണ്ടുപോകുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ആത്മീയമായൊരു സെക്രട്ടറി പോലെ സ്വർഗത്തിലിരിക്കുന്ന ഫ്രാൻസിസിൻ്റെ ഒരു സെക്രട്ടറിയായി ഭൂമിയിൽ ആ ഒരു ഇടയ ദൗത്യം തുടർന്നു കൊണ്ടുപോകുന്ന ഒരു ചിന്തയായിരിക്കാം ഒരു പക്ഷേ ഈ ഒരു പേരിന് പിന്നിലുള്ള രഹസ്യവും അതോടൊപ്പം തന്നെ ഒരു ആത്മീയ കാഴ്ചപ്പാടും എന്ന് എനിക്ക് തോന്നുകയാണ് അച്ഛാ. അതെ, ജോബിയച്ചൻ പറഞ്ഞത് ശരിയാണ്. ശരിക്കും ഒരു ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പിന്തുടർച്ച എന്നോണം ഒരു ആത്മബന്ധത്തിന്റെ ഒരു സ്വഭാവം നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കും. അതോടൊപ്പം തന്നെ എനിക്ക് തോന്നിയത് തുടർച്ച എന്ന് പറയുമ്പോഴും എനിക്ക് തോന്നുന്നത് പുതിയതായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട മാർപ്പാപ്പ അദ്ദേഹത്തിൻ്റെതായ ഒരു സ്വന്തം തനത് ഈ ശൈലിയിൽ ഒരു പുതിയ രീതിയിൽ തിരുസഭയെ നയിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം അതുകൊണ്ടാണ് ഒരു പുതിയ പേര്. അതേസമയം ആ പേര് ഫ്രാൻസിസുമായി ഡിപ്പെൻഡഡ് ആണ്, നേരത്തെ പറഞ്ഞ കണക്റ്റഡ് ആണ്, നേരത്തെ പറഞ്ഞ ആ ഒരു അടയാളത്തിലൂടെ. അപ്പം അവിടെ ഒരു കണ്ടിന്യൂറ്റി ഉണ്ട്, പക്ഷെ ഒരു യുണീക്ക് വേ ഓഫ് മൂവിങ് ഫോർവേഡ് ഇൻ ദ ചർച്ച്. അപ്പൊ ഒരു പുതിയ യുഗം വ്യത്യസ്തമായ രീതിയിൽ സഭയിൽ ഇനാഗുറേറ്റ് ചെയ്യപ്പെട്ട ആ ഒരു ദിവസമായിരിക്കാം. റാഫേൽ തട്ടിൽ പിതാവ് പറഞ്ഞ പോലെ പുതിയൊരു പന്തക്കുസ്തയുടെ ചലനം, പുതിയ ഒരു സഭയുടെ ഒരു യാത്ര ആരംഭിക്കുന്ന ദിനമായി നമുക്ക് ഈ മെയ് 8 4ാം റൗണ്ടിൽ തിരഞ്ഞെടുക്കപ്പെട്ട ആ വോട്ടിനെ നമുക്ക് കാണാമെന്ന്. തീർച്ചയായും ജോബിച്ച പറഞ്ഞ പോലെ ഇതൊരു വളരെ സഭയുടെ ചരിത്രത്തിലെ ഒരു നിർണായക നിമിഷമാണ്, നിർണായക ദിവസമാണ്. ജോബിച്ച നമുക്ക് പുതിയ ലയോ 14 മാർപ്പാപ്പയുടെ ചൈൽഡ്ഹുഡിലേക്ക് പോകാം. 1955 മാർപ്പാപ്പ ചിക്കാഗോയിൽ ജനിച്ചത്. അതായത് സെപ്റ്റംബർ മാസം 14-ാം തീയതി കുരിശിന്റെ പുകഴ്ചയുടെ തിരുനാൾ ദിവസമാണ് ജനിച്ചത്. നമ്മൾ പറഞ്ഞല്ലോ ആദ്യത്തെ അമേരിക്കൻ പോപ്പാണ്, ആദ്യത്തെ പെറുവിയൻ പോപ്പാണെന്ന് പറയാം. കാരണം 2015 പെറുവിൻ്റെ പൗരത്വം സ്വീകരിക്കുകയുണ്ടായി. കാരണം മാർപ്പാപ്പ നീണ്ടകാലം അവിടെ ശുശ്രൂഷ ചെയ്തുകൊണ്ട് തൻ്റെ മിഷനിൽ. അതുപോലെ തന്നെ ആദ്യത്തെ ഓർഡർ ഓഫ് അഗസ്റ്റിൻ എന്നുള്ള ആദ്യത്തെ പോപ്പാണ്. ആദ്യത്തെ പോപ്പായിട്ട് എനിക്ക് തോന്നുന്നത് ഇതിന് വലിയൊരു കണക്ഷൻ ഉണ്ട്. കാരണം 2013 ഇലക്ഷനില് ജസ്യൂട്ട് സഭയിൽ നിന്ന് ചരിത്രത്തിൽ ആദ്യമായി തിരഞ്ഞെടുക്കപ്പെട്ട മാർപ്പാപ്പയായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ. മാത്രമല്ല ഇതൊരു റിലീജിയസ് ആയിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് മാർപ്പാപ്പയായിട്ട് വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. 2013 ഒരു ജസ്യൂട്ട് റിലീജിയസ് ഉള്ള വൈദികനായിരുന്നു മാർപ്പാപ്പയായത്. ഇപ്പം ഇത്തവണ ഒരു അഗസ്റ്റീനിയൻ ഓർഡറിൽ നിന്നുള്ള OSA ഓർഡറിൽ നിന്നുള്ള കർദിനാളാണ് മാർപ്പാപ്പയായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതും ഒരു ദൈവത്തിന്റെ ഒരു പ്രത്യേക ഇടപെടലായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതെ ജോബിച്ച, ബേസിക് സ്കൂൾ സ്റ്റഡീസ് എല്ലാം ചിക്കാഗോയിലാണ് മാർപ്പാപ്പ ചെയ്തത്. അതിനുശേഷം ബാച്ചലർ ഓഫ് സയൻസിൽ അച്ഛൻ സൂചിപ്പിച്ചിരുന്നു ചിക്കാഗോയിലായിരുന്നു അദ്ദേഹം ജനിച്ചത് എന്നുള്ള സ്ഥലം പറഞ്ഞിരുന്നു. അതെ, ചിക്കാഗോയിലാണ് ജനിച്ചത്. അതിനുശേഷം ബേസിക് സെക്കൻഡറി സ്റ്റഡീസിന് ശേഷം അഗസ്റ്റീൻ ഓർഡറിൽ എൻ്റർ ചെയ്തു. ബാച്ചലർ ഓഫ് സയൻസ് മാത്സിൽ ഒരു ഡിഗ്രി എടുത്തു. 1977 ഫസ്റ്റ് പ്രൊഫഷൻ അഗസ്റ്റീൻ ഓർഡറിൽ ഏത് റിലീജിയസ് കോൺഗ്രിഗേഷൻ ചേരുമ്പോൾ ഒഫീഷ്യലായിട്ട് ചെയ്യുന്ന വൗസ് ചെയ്തു. അതിനുശേഷം ഫിലോസഫി തിയോളജി പഠനങ്ങൾക്ക് ശേഷം 1982 ജൂൺ 19-ാം തീയതിയാണ്
തിരുപ്പട്ടം സ്വീകരിച്ചത്. വളരെ ഇൻട്രസ്റ്റിംഗ് കാര്യം എന്താണെന്ന് വെച്ചാൽ റോമിലാണ് തിരുപ്പട്ടം സ്വീകരിച്ചത്. അതിനുശേഷം പഠിക്കാൻ വളരെ മിടുക്കനായിരുന്ന മാർപ്പാപ്പയെ അവർ ഹയർ സ്റ്റഡീസിന് അയക്കുകയാണ്. അഗസ്റ്റീനിയൻ അച്ഛനത് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഒരു ഓർമ്മ വരുന്നത്, ഈ ലയോ 13 മാർപ്പാപ്പ അറിയപ്പെട്ടിരുന്നത് അദ്ദേഹത്തിൻ്റെ ഇന്റലക്ച്വൽ കപ്പാസിറ്റിക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ അതിനൊരു ഉദാഹരണം പറയാനായിട്ട് എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വന്നതാണ്. അതായത് അച്ഛൻ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഈ ലയോ 13 മാർപ്പാപ്പയാണ് മാർപ്പാപ്പയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം തൊമീസം അല്ലെങ്കിൽ സെന്റ് തോമസിന്റെ ടീച്ചിങ്സും സെന്റ് തോമസിന്റെ അഗസ്റ്റിന്റെ ടീച്ചിങ്സും, അതായത് ഫിലോസഫിയുടെയും തിയോളജിയുടെയും ഫൗണ്ടേഷൻ ആയിരിക്കണമെന്ന് പറയുകയും ആ ഒരു സിന്തസിസ് തിരുസഭയിൽ കൊണ്ടുവന്ന് എല്ലാ പഠനങ്ങളുടെയും ആധാരം അഗസ്റ്റിനും അക്വീനാസും ആയിരിക്കണമെന്ന് പ്രത്യേകം ആവശ്യപ്പെട്ടൊരു മാർപ്പാപ്പ കൂടിയായിരുന്നു ഈ ലയോ 13 മാർപ്പാപ്പ. അപ്പം ലയോ 14 മാർപ്പാപ്പ അച്ഛൻ ഒരു ഇന്റലക്ച്വൽ ആയിട്ടുള്ള ഒരു ജൈന്റ് ആയിരുന്നു എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഒരു ഓർമ്മ വന്നത് കൂടിയായിരുന്നു. അതെ അതെ. അതുപോലെ പ്രത്യേകമായിട്ട് ഈ മാർപ്പാപ്പ പഠിച്ചത് കാനൻ ലോയിലാണ്. പ്രത്യേകിച്ച് ലൈസൻഷിയേറ്റ് എടുത്തു 1984. അതിനുശേഷം 1987 ഡോക്ടറേറ്റ് എടുത്തു. അച്ഛൻ പറഞ്ഞതുപോലെ പൊന്തിഫിക്കൽ സെന്റ് തോമസ് അക്വീനാസ് യൂണിവേഴ്സിറ്റി റോമിൽ തന്നെയാണ് ഡോക്ടറേറ്റ് എടുത്തത്, കാനൻ ലോയിൽ. അപ്പോൾ അച്ഛന് അതിനെക്കുറിച്ച് എന്ത് പറയുന്നു? ആ യൂണിവേഴ്സിറ്റി അച്ഛന് ഒത്തിരി പരിചയമുള്ളതാണ്, അച്ഛൻ അവിടെ പഠിച്ചതാണ്. തീർച്ചയായിട്ടും ഞാൻ ദൈവത്തിന്റെ പരിപാലന ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയും ഞാൻ അതാണ് ഇപ്പൊ പറയാൻ വന്നത്. അതായത് ദൈവത്തിന്റെ പരിപാലന എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും കഴിഞ്ഞ വർഷം ഡോക്ടറേറ്റ് പൂർത്തിയാക്കാൻ സ്പിരിച്വൽ തിയോളജിയിൽ ഈ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് എനിക്ക് സാധിച്ചത്. പക്ഷേ അതിനപ്പുറത്തേക്ക് എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വന്നത് ജോൺ പോൾ 2 മാർപ്പാപ്പ ഡോക്ടറേറ്റ് എടുത്ത യൂണിവേഴ്സിറ്റിയാണ് ഈ സെന്റ് തോമസ് അക്വീനാസ് യൂണിവേഴ്സിറ്റി. അപ്പം 2ാമത്തെ മാർപ്പാപ്പയാണ് ഈ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ദൈവം പുറത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ അതും ഒരു പരിപാലനയുടെ ഭാഗമായിട്ട് കാണുകയാണ് തീർച്ചയായിട്ടും. അപ്പൊ ജോബി അച്ഛൻ ആ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കാൻ സാധിച്ചതും വളരെ തീർച്ചയായിട്ടും അതൊരു വലിയൊരു ഇപ്പോഴും അതിന്റെ ഒരു മഹത്വം കൂടുതൽ വന്നതുപോലെ ഉള്ളിൽ തോന്നുകയാണ്. മാത്രമല്ല എൻ്റെ വിഷയവും പരിശുദ്ധ അമ്മയെ കുറിച്ചുള്ള ഒരു ഡോക്ടറേറ്റ് തന്നെയായിരുന്നു മാതാവും കൊച്ചുരേസിയും തമ്മിൽ. എനിവേ ഡോക്ടറേറ്റ് അദ്ദേഹം കാനൻ ലോയിൽ അവിടെയാണ് പഠിച്ചതല്ലേ? അതെ അതെ, കാനൻ ലോയിൽ പഠിച്ചു. അപ്പം 1985 ഡോക്ടറേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ അഗസ്റ്റീൻ മിഷൻ്റെ പെറു പ്രൊവിൻസിൽ പ്രൊവോസ്റ്റ് ജോയിൻ ചെയ്യുകയുണ്ടായി. അപ്പോൾ അവിടെ അപ്പസ്റ്റോളിക് അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട്, അതായത് ഡയസിസ് ഓഫ് ചുളുക്കനാസിൽ അപ്പോയിന്റ് ചെയ്യുകയുണ്ടായി. അപ്പസ്റ്റോളിക് അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുമ്പോൾ എനിക്കൊന്ന് റോമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു അപ്പോയിന്റ്മെന്റ്. അതെ അതെ, റോമായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്പോയിന്റ്മെന്റ് ആണ്. അതിനുശേഷം 1988 മുതൽ 10 വർഷം അദ്ദേഹം വർക്ക് ചെയ്തത് അഗസ്റ്റീനിയൻ സെമിനാരിയിലാണ്. അതായത് ത്രുഹിലോ എന്ന സ്ഥലത്ത്, പെറുവിലുള്ള ത്രുഹിലോ സ്ഥലത്ത്. അപ്പോൾ നമുക്കറിയാം കാനൻ ലോയിൽ ബിരുദാനന്ദ ബിരുദം എടുക്കുകയും അത് ഡോക്ടറേറ്റ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ സെമിനാരിയിൽ പഠിപ്പിക്കുകയായിരുന്നു, ഒരു ഫോർമേറ്ററായിട്ടും അതുപോലെ പ്രൊഫക്റ്റ് ഓഫ് സ്റ്റഡീസ് ആയിട്ടും കാനൻ ലോയിൽ പ്രൊഫസറുമായിട്ട് ഈ 10 വർഷക്കാലം അവിടെ ഈ പെറു മിഷനിൽ വർക്ക് ചെയ്യുകയുണ്ടായി. ജോയിച്ച 1998 അദ്ദേഹം ചിക്കാഗോ പ്രൊവിൻസിന്റെ പ്രൊവിൻഷ്യാളായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് 2001 അദ്ദേഹം റോമില് അവരുടെ ജനറൽ ചാപ്റ്ററിൽ പങ്കെടുക്കാനായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ പരിപാലന എന്നോണം 2001 അദ്ദേഹം പ്രയർ ജനറൽ അല്ലെങ്കിൽ സുപ്പീരിയർ ജനറൽ ആയിട്ട് ആ കോൺഗ്രിഗേഷന് തിരഞ്ഞെടുക്കപ്പെട്ടു. മറ്റൊരു പരിപാലനം എന്ന് പറയുന്നത് അത് അദ്ദേഹം 1ാം ടൈം മാത്രമല്ല 2ാമത്തെ ടൈമിൽ കൂടി അദ്ദേഹം വീണ്ടും എലക്ട് ചെയ്യപ്പെട്ട് 2013 വരെ ഈ സുപ്പീരിയർ ജനറൽ പദവി അദ്ദേഹം അഗസ്റ്റീനിയൻ സഭയിൽ വഹിക്കുകയുണ്ടായി. തീർച്ചയായിട്ടും അത് കാണിക്കുന്നത് അദ്ദേഹത്തിന്റെ ലീഡർഷിപ്പ് ക്വാളിറ്റിയാണ്. ഒരു കോൺഗ്രിഗേഷന്റെ തലവനിൽ നയിക്കാനുള്ള കപ്പാസിറ്റി ഒക്കെ വളരെ ശ്രദ്ധേയമാണ്. അല്ലെങ്കിൽ 2ാമത്തെ ടൈമിൽ കൂടെ വരിക എന്നത് അത്ര ഈസിയുള്ള കാര്യമല്ല. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ലീഡർഷിപ്പ് ക്വാളിറ്റിയും ഒക്കെ അത് സൂചിപ്പിക്കുന്നുണ്ട്. അതിനുശേഷം ഒരു വർഷത്തേക്ക് നമുക്ക് ചരിത്രം പരിശോധിക്കുമ്പോൾ കാണുവാൻ സാധിക്കും 2014 വരെ അദ്ദേഹം ഡയറക്ടർ ഓഫ് ഫോർമേഷൻ ആയിട്ട് ചിക്കാഗോയിലേക്ക് പോവുകയും അവിടെ വികാർ പ്രൊവിൻഷ്യലായിട്ട് തിരഞ്ഞെടുക്കുകയും ചെയ്തു. അവിടെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് ഫ്രാൻസിസ് മാർപ്പാപ്പ 2014 നവംബർ 3 അപ്പോസ്റ്റോളിക് അഡ്മിനിസ്ട്രേറ്റർ ഓഫ് ദ ഡയസിസ് ഓഫ് ചിക്കാഗോയിൽ നിയമിച്ചത്. ഒപ്പം ടിറ്റുലർ ബിഷപ്പ് ഓഫ് സുഫാർ ഇൻ പെറുവിൽ അപ്പോയിന്റ് ചെയ്യുകയും ഉണ്ടായി.
അതിനുശേഷം ഒരു വർഷത്തിന് ശേഷം 2015 സെപ്റ്റംബർ 26 ബിഷപ്പ് ഓഫ് ചിക്ലായോ ആയിട്ട് നിയമിച്ചു ഇൻ പെറു എന്ന രാജ്യത്ത്, സൗത്ത് അമേരിക്കയിലുള്ള. നമുക്കറിയാവുന്ന പോലെ പുതിയ മാർപ്പാപ്പ ലിയോ 14 അമേരിക്കയിലാണ് ജനിച്ചത്. പക്ഷേ 2015 അദ്ദേഹം പെറുവിൻ സിറ്റിസൺഷിപ്പ്, പൗരത്വം സ്വീകരിക്കുകയും ചെയ്തു. അപ്പോൾ ഒഫീഷ്യലായിട്ട് ഇപ്പം പെറുവിനാണെന്ന് നമുക്ക് പറയാം, കാരണം സിറ്റിസൺഷിപ്പ് സ്വീകരിച്ചുകൊണ്ട്. പിന്നീട് 2019 മെമ്പർ ഓഫ് ദ കോൺഗ്രിഗേഷൻ ഫോർ ക്ലർജി ഇൻ റോം ഫ്രാൻസിസ് മാർപ്പാപ്പ അപ്പോയിന്റ് ചെയ്തു, മെമ്പർ ഓഫ് ദ കോൺഗ്രിഗേഷൻ ഫോർ ക്ലർജി. അതിനുശേഷം 2020 മെമ്പർ ഓഫ് ദ കോൺഗ്രിഗേഷൻ ഫോർ ദ ബിഷപ്സ്. അപ്പോൾ ഓരോ കാലഘട്ടത്തിലും അദ്ദേഹത്തിന്റെ ഉയർച്ച നമുക്ക് കാണുവാനായിട്ട്, അദ്ദേഹത്തിന്റെ നേതൃത്വ പാടവം കൂടുതൽ സഭയിൽ ശ്രദ്ധിക്കപ്പെടുന്ന എനിക്കൊന്ന് അതുകൊണ്ടാണ് തോന്നുന്നത്. 2023 ജനുവരി മാസം 30 എന്ന എൻ്റെ ഒരു ഓർമ്മ. അന്ന് ആ സമയത്താണ് അദ്ദേഹത്തെ ഡീൻ ഓഫ് പ്രീഫെക്റ്റ് ഓഫ് ദി ഡെക്കാസ്ട്രി ഓഫ് ദ ബിഷപ്സ് ആയിട്ട് അദ്ദേഹത്തെ അപ്പോയിന്റ് ചെയ്യുന്നത്. ഈ ഒരു അപ്പോയിന്റിന് ഒരുപാട് പ്രത്യേകതയുണ്ട് വെച്ചാൽ, അതായത് ലോകം മുഴുവനുമുള്ള ബിഷപ്പ് കാൻഡിഡേറ്റ്സിനെ കുറിച്ചുള്ള സ്ക്രൂട്ടനി, അറിവ്, അതേക്കുറിച്ചുള്ള കൂടുതൽ അറിവ് അദ്ദേഹത്തിന് ഉണ്ടായിരിക്കേണ്ടതായിട്ടുണ്ട്. കാരണം വളരെ ഇമ്പോർട്ടന്റ്, അതെ, എല്ലാ ബിഷപ്പുമാരുടെയും ഡെക്കാസ്ട്രിയുടെ ഹെഡായിരുന്നു അദ്ദേഹം. അപ്പം ഒരു വലിയൊരു എക്ലേസിയൽ റെസ്പോൺസിബിലിറ്റി ആ ഒരു പൊസിഷനിൽ ഇരുന്നു കൊണ്ട് തന്നെ അദ്ദേഹം വഹിച്ചതുകൊണ്ട് 1.4 ബില്യൺ വരുന്ന 140 കോടി ജനതയുടെ ഉത്തരവാദിത്വമുള്ള ഏതൊരു ബിഷപ്പ് അല്ലെങ്കിൽ കർദിനാൾ ആരെല്ലാം എവിടെയൊക്കെ അപ്പോയിന്റ് ചെയ്യപ്പെടുന്നുണ്ടോ അതിനെക്കുറിച്ചുള്ള ഒരു വ്യക്തമായ റെക്കമെൻഡ് ചെയ്യണം, റൈറ്റ് കാൻഡിഡേറ്റ് ആണെന്ന് അദ്ദേഹത്തിന് അത് വളരെ ഒരു ഗൗരവമേറിയ റെസ്പോൺസിബിലിറ്റി തന്നെയാണ്. എനിക്ക് തോന്നുന്നു ജോബിയച്ച, അതാണ് ഒരുപക്ഷെ ലിയോ 14 മാർപ്പാപ്പയെ ഈ സ്റ്റേജിലേക്ക് എത്തിച്ചത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ നേതൃത്വ പാഠവും ഒരു ഒബ്ജക്റ്റീവ് ഇന്റഗ്രേറ്റീവ് വേ ഓഫ് ലുക്കിംഗ് ആൻഡ് ആനിമേറ്റിംഗ് ഓൾ ദിസ് ഐ തിങ്ക് അതായിരിക്കും ഒരുപക്ഷെ വളരെ ബിഷപ്പ്മാരുടെ ഇടയിലൊക്കെ വളരെ ശ്രദ്ധ പിടിച്ചു പറ്റുവാനായിട്ട് സാധിച്ചെന്ന് എനിക്ക് തോന്നുകയാണ്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഫെബ്രുവരി 6 2025 ഈ വർഷം ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രൊമോട്ടഡ് കാർഡിനൽ ബിഷപ്പ് പദവിയിലേക്ക് പ്രൊമോട്ട് ചെയ്തു പ്രൊവോസ്റ്റിനെ. അതായത് മാർപ്പാപ്പ എനിക്കത് മരിക്കുന്നത് 2.5 മാസം മുമ്പ് ആണ് ഈ ഒരു ഉത്തരവാദിത്വം അദ്ദേഹത്തെ ഏൽപ്പിക്കുന്നത്. കുറച്ചും കൂടെ ഉയർത്തി. കാർഡിനൽ ബിഷപ്സ് എന്ന് പറഞ്ഞാൽ ഹയസ്റ്റ് പവറാണ് കാർഡിനൽ റാങ്കില്. അങ്ങനെ ചിന്തിക്കുമ്പോൾ ആ 2025 ഫെബ്രുവരി 6 എന്ന് അച്ഛൻ പറഞ്ഞ ഡേറ്റ് അന്ന് ഇങ്ങനെ മരിക്കുന്ന 2.5 മാസം മുമ്പ് അദ്ദേഹത്തെ ഹയസ്റ്റ് റാങ്കിലേക്ക്, അതായത് കാർഡിനൽ ബിഷപ്പായിട്ട് ഉയർത്തി അച്ഛൻ പറഞ്ഞല്ലോ. അപ്പം എനിക്ക് തോന്നുന്നത് മരിച്ചതിന് ശേഷം വീണ്ടും ഫ്രാൻസിസ് മാർപ്പാപ്പ കൊടുത്തൊരു പ്രൊമോഷനാണ് ലിയോ 14 മാർപ്പാപ്പ ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടെന്ന് എനിക്ക് തോന്നാണ് അടുത്ത പ്രൊമോഷൻ എന്ന് പറയാം. തീർച്ചയായിട്ടും അതിന്റെ ഒരു സാന്നിധ്യമുണ്ട്. തീർച്ചയായിട്ടും ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പ്രാർത്ഥനയുണ്ടെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഏതായിരുന്നാലും ജോജിച്ച, മെയ് 7 ആരംഭിച്ച ആ കോൺക്ലേവിൽ ആദ്യ റൗണ്ട് വോട്ടെടുപ്പ് അന്ന് ഉച്ച കഴിഞ്ഞ് നടക്കുന്നു. നമ്മളവിടെ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു നമ്മൾ ഏകദേശം ഒരു 5 മണിക്കൂറിൽ കൂടുതൽ അവിടെ ജനങ്ങളോടൊപ്പം കാത്തിരിക്കുന്നുണ്ടായിരുന്നു പ്യാറ്റ്സയിൽ അതിന്റെ റിസൾട്ട് കാണാൻ. വൈകുന്നേരം 9 മണിയോടുകൂടി അതിന്റെ റിസൾട്ട് ബ്ലാക്ക് പുക വന്നപ്പോൾ ജനൻ ഡിസപ്പോയിന്റഡ് ആയിരുന്നു ചെറുതായിട്ട്. എങ്കിലും നമുക്കറിയാം ആദ്യ റൗണ്ടിൽ അങ്ങനെ തെരഞ്ഞെടുക്കപ്പെടുക റയറാണല്ലോ. അപ്പം പിറ്റേ ദിവസം നമ്മൾ പ്രതീക്ഷയോടുകൂടി വന്നു. മോർണിംഗിൽ അവിടെ ഉണ്ടായിരുന്നു. നമ്മൾ റിസൾട്ട് ഒന്നും കണ്ടില്ലായിരുന്നു. അപ്പം ഉച്ച കഴിഞ്ഞ് എനിക്കൊന്ന് ഞാൻ പെട്ടെന്നൊരു കാര്യം ഓർക്കും. നമ്മുടെ കർമ്മലീനെ ഓർമ്മയുണ്ടോ? മാർപ്പാപ്പയ്ക്ക് ചെമ്മല്ലി ഡിസ്ചാർജ് ആയപ്പോ പൂ കൊടുത്തു. അത് തന്നെ എനിക്ക് നമ്മളൊരു തവണ കണ്ടിരുന്നു കർമ്മലീനമ്മയെ. ഞാനിങ്ങോട്ട് വരുന്ന സമയത്ത് ഉച്ച കഴിഞ്ഞുള്ള വോട്ടെടുപ്പിന്റെ സമയത്ത് കർമ്മലിയമ്മ അവിടെ ഓടി വരുന്നുണ്ടായിരുന്നു. ഞാൻ പെട്ടെന്ന് ചോദിച്ചു, എങ്ങോട്ടേ ഓടുന്നേന്ന് ചോദിച്ചു. അപ്പൊ കർമ്മലിയമ്മ എന്നെ പറഞ്ഞു, ഇന്ന് വൈകിട്ട് മാർപ്പാപ്പ തെരഞ്ഞെടുക്കപ്പെടാൻ സാധ്യതയുണ്ട്. പെട്ടെന്ന് തന്നെ എൻ്റെ അടുത്ത് പറയുന്നത്. ഞാൻ 4:30 ഒരു 5 മണിയോടുകൂടി അവിടേക്ക് ഓടി. ഞാനും അത് കേട്ടോടുകൂടി സ്പീഡായിട്ട് അവിടേക്ക് വരികയാണ് പ്യാറ്റ്സയിലേക്ക്. പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ഒരു ഓർമ്മ വന്നത്, ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രോ എലിജന്തോ പൊന്തിഫിച്ചോ റൊമാനോ, അതായത്
ഫോർ ദി എലക്ഷൻ ഓഫ് ദ പോപ്പ്, ന്യൂ പോപ്പ്. അവിടെ ഒരു മാസ് വത്തിക്കാനിൽ ഉണ്ടായിരുന്നു. അപ്പം ആ കുർബാന ആരംഭിക്കുന്നതിൻ്റെ എൻട്രൻസ് ആൻറ്റിഫൻ, അതിൻ്റെ അകത്തൊരു വചനം ഉണ്ടായിരുന്നു. എൻ്റെ ഹൃദയത്തിന് ഇണങ്ങിയ ഒരു ഇടയനെ ഞാൻ നിങ്ങൾക്ക് നൽകും. അതെനിക്കൊന്ന് ജെറമ്യാ പ്രവാചകൻ പുസ്തകത്തിലെ 3-ാം അധ്യായം 15-ാം വചനം. ആ വചനം പറഞ്ഞ് ആരംഭിച്ചുകൊണ്ടാണ് നമ്മുടെ ബലി ആരംഭിക്കുന്നത്. മാത്രമല്ല, നമ്മുടെ ഈ 12 തവണ നടന്ന കർദിനാൾമാരുടെ പൊതുയോഗത്തിലും അവരെടുത്തു പറഞ്ഞൊരു കാര്യമുണ്ട്. പുതിയതായിട്ട് തെരഞ്ഞെടുക്കപ്പെടാൻ പോകുന്ന ഒരു മാർപ്പാപ്പ ഒരു ഇടയനായിരിക്കണം, ഒരു റൂളർ അല്ല. അല്ലെ? അത് പ്രീ കോൺക്ലേവ് അവരുടെ ഡിസ്കഷനിൽ നടന്നത്. അപ്പം അങ്ങനെ ചിന്തിച്ചു കഴിയുമ്പോൾ ഈ ജനങ്ങളുടെ ലോകം മുഴുവനും ഉയർന്ന പ്രാർത്ഥന, എനിക്കൊന്ന് കത്തോലിക്കലോ ക്രിസ്ത്യൻസോ മാത്രമല്ല ഈ പ്രാർത്ഥന ഉയർത്തിയിരിക്കുന്നത്. കാരണം നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു പാഴ്സിയെ കണ്ടിരുന്നു, പിന്നെ അതുപോലെ ബുദ്ധിസ്റ്റ് കണ്ടിരുന്നു, മാർപ്പാപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥി. അപ്പം അങ്ങനെ ചിന്തിക്കുമ്പോൾ 140 കോടി ജനങ്ങളിൽ ഉപരിയായി ലോകം മുഴുവനും വലിയൊരു പ്രാർത്ഥന തന്നെ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പിൻഗാമിക്ക് വേണ്ടി ഉയർന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും. അപ്പം കർത്താവിന്റെ വചനമാണ് ഈ മെയ് 8-ാം തീയതി മാതാവിന്റെ തിരുനാളിന്റെ അന്ന് തിരുസഭയിൽ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നത്. എൻ്റെ ഹൃദയത്തിന് ഇണങ്ങിയ ഒരു ഇടയനെ ഞാൻ നിങ്ങൾക്ക് നൽകും. അക്ഷമയരായിരുന്ന ജനങ്ങൾക്ക് വോട്ടെടുപ്പ് ഓരോന്ന് കഴിയും തോറും, ഒരു പക്ഷേ ഈ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെയും ബെനഡിക്റ്റ് 16 മാർപ്പാപ്പയുടെയും ഇലക്ഷനേക്കാളും കൂടുതൽ മുമ്പായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട മാർപ്പാപ്പയാണ് നമ്മുടെ ഇപ്പോഴത്തെ ലയോ 14 മാർപ്പാപ്പ, അല്ലെ? എനിക്ക് തോന്നുന്നത് അത് 5-ാമത്തെ റൗണ്ടിലാട്ടെയാണ് നമ്മുടെ ഫ്രാൻസിസ് മാർപ്പാപ്പ തെരഞ്ഞെടുക്കപ്പെടുന്നത്. അപ്പം ഇത് 4-ാമത്തെ റൗണ്ടിൽ തന്നെ തെരഞ്ഞെടുക്കപ്പെടും. പലരും പറയുന്നുണ്ടായിരുന്നു ഇലക്ഷനോടനുബന്ധിച്ച് ഇതൊരു പക്ഷേ കൂടുതൽ റൗണ്ടിന് പോകാൻ സാധ്യതയുണ്ടെന്നൊക്കെ. അപ്പൊ തീർച്ചയായിട്ടും പ്രതീക്ഷകൾക്കൊക്കെ അതീതമായിട്ട് എത്രയും പെട്ടെന്ന് ദൈവം തൻ്റെ ഹൃദയത്തിന് അനുയോജ്യമായ ഒരു ഇടനെ തന്നെന്ന് വേണം നമുക്ക് പറയാനായിട്ട്. ഞാൻ ചിന്തിക്കുക, നമ്മൾ ആ പ്യാറ്റ്സയിലെ ഈ ദിവസങ്ങളിലൊക്കെ വാർത്തകൾ കൊടുക്കാൻ പോകുമ്പോൾ വാസ്തവത്തിൽ നമ്മൾ സഭയോടുള്ള ഒരു സ്നേഹം, മാർപ്പാപ്പയോടുള്ള സ്നേഹം, 38 ദിവസവും ജമലി ആശുപത്രിയിൽ മുടങ്ങാതെ നമ്മൾ വാർത്തകൾ കൊടുക്കാൻ ശ്രമിച്ചിരുന്നു. പിന്നെ രോഗിയായി കഴിഞ്ഞ അതിനുശേഷം തിരിച്ചു വന്നപ്പോഴും രോഗാവസ്ഥയിലും അതല്ല നമ്മൾ പറ്റുന്ന രീതികൾ പ്രത്യേക ഒരു സ്നേഹം സഭയോട്, മാർപ്പാപ്പയോട് നമ്മുടെ ഉള്ളിൽ നമുക്ക് തോന്നിയിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ കണ്ടിന്യൂറ്റി ആയിട്ട് നമുക്ക് ചെയ്യാൻ ആ കോൺക്ലേവിൽ എന്നോട് ചേർന്ന് നിന്ന് ആ പ്യാറ്റ്സയിൽ നമ്മൾ നിന്ന് ഇങ്ങനെ ഓരോ അവസാന നിമിഷം നമുക്ക് സാക്ഷ്യം വഹിക്കാൻ സാധിച്ചത് അത് വലിയൊരു പരിപാടിയായിട്ട് തോന്നാണ്. പ്രത്യേകിച്ച് അതൊരു വല്ലാത്തൊരു അനുഭവമായിരുന്നു. കാരണം ആ പ്യാറ്റ്സ നിറയെ ജനത്തെ കണ്ടു കഴിഞ്ഞപ്പോ തോന്നിയൊരു കാര്യം, ജനങ്ങൾ സഭയെ സ്നേഹിക്കുന്നു, അല്ലെ? മാർപ്പാപ്പയെ സ്നേഹിക്കുന്നു, സഭയെക്കുറിച്ച് കരുതുള്ളവരാണ്. അതുകൊണ്ടാണ് ആ പ്യാറ്റ്സയിലേക്ക് ജനസാഗരമായിരുന്നു ഒഴുകിയിറങ്ങിയത്, അല്ലേ? അത് തന്നെ എല്ലാവരും കാത്തിരിക്കുമ്പോൾ എല്ലാവരും പ്രതീക്ഷിച്ച ഒരു കാര്യമെന്ന് പറയുന്നത് എന്തായിരിക്കും പുതിയ മാർപ്പാപ്പ ജനങ്ങളോട് അഭിസംബോധന ചെയ്തത്. അപ്പൊ അതിനെക്കുറിച്ച് അച്ഛൻ എന്ത് പറയുന്നു? ആദ്യം പറഞ്ഞ സന്ദേശമുണ്ടല്ലോ, എന്ത് ന്യൂനെസ് ആണ് തോന്നിയത്, എന്ത് ഇൻസ്പിറേഷൻ ആണ് തോന്നിയത്, അതിനെക്കുറിച്ച് അച്ഛൻ എന്ത് തോന്നുന്നു? എനിക്ക് തോന്നുന്നത് അദ്ദേഹം പറഞ്ഞത് ഉദ്ധിതനായ ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങൾക്ക് നൽകുന്നു എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹത്തിന്റെ ഈ പ്രസംഗം ആരംഭിക്കുന്നത് തന്നെ. അപ്പം കുരിശിൽ മരിച്ച് ഉദ്ധാനം ചെയ്ത ക്രിസ്തുവിന്റെ ആ ഒരു സമാധാനം ലോകത്തിൽ നൽകുന്നു. അപ്പൊ സമാധാന ദൂതനായി പ്രവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു മാർപ്പാപ്പയായിട്ട് എനിക്ക് അദ്ദേഹത്തിൻ്റെ ആ ഹോമിലി തുടക്കത്തിൽ ഞാൻ ശ്രദ്ധിച്ചപ്പോൾ എനിക്കങ്ങനെ തോന്നുകയായിരുന്നു. വേറെ ഒരുപാട് കാര്യങ്ങൾ അന്ന് ജോജിച്ച് ഓർത്തെടുക്കാൻ പറ്റുന്ന എന്തെങ്കിലും പറയാം? അതെ, എന്നെ സ്പർശിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞത്, സഭയ്ക്ക് നമ്മളെ ഒരു തിന്മയ്ക്കും നശിപ്പിക്കുവാൻ സാധിക്കില്ലെന്ന് പറഞ്ഞു. അത് വളരെ എന്നെ സ്പർശിച്ചു. കാരണം പത്രോസാകുന്ന പാറമേൽ പണിത സഭയാണിത്. അതുകൊണ്ട് ഒരു നാരകീയ ശക്തിക്കും ഒരു തിന്മയുടെ ശക്തിക്കും ഇതിനെ കീഴ്പ്പെടുത്താൻ സാധിക്കില്ല എന്ന് പറഞ്ഞത് എന്നെ വളരെയധികം സ്പർശിച്ചു. ഞാൻ ഓർക്കുന്ന മറ്റൊരു കാര്യം അദ്ദേഹം പറഞ്ഞത്, സഭയുടെ വാതിലുകൾ എന്നേക്കുമായി തുറന്നു കിടക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവരും വെൽക്കം ചെയ്യുന്നത്, സ്വാഗതം ചെയ്യുന്നു ഈ സഭയിലിടയിൽ. ഇപ്പോൾ നിങ്ങൾ പ്യാറ്റ്സയിൽ വന്ന് നിൽക്കുന്നത് പോലെയെന്ന് അദ്ദേഹം പറഞ്ഞത്. എല്ലാവരെയും സ്വീകരിക്കുന്ന സഭ ഒരു അമ്മയെ പോലെ എല്ലാവരെയും സ്വീകരിക്കുന്ന ഒരമ്മയായിരിക്കും ഈ വാതിലുകൾ
തുറന്നു കിടക്കുന്നു നിങ്ങൾക്ക് വേണ്ടി എന്നാണ് അദ്ദേഹം അത് സൂചിപ്പിച്ചത്. പറഞ്ഞപ്പോൾ ഞാൻ ഓർക്കുന്നു പിയാസിയിലുള്ള എല്ലാവരും കൈയടിച്ചിരുന്നു. കൈയടിച്ചുകൊണ്ടാണ് ആ സന്ദേശത്തെ എല്ലാവരും നെഞ്ചിലേറ്റ് ചെയ്തത്. പിന്നെ നമ്മൾ നേരത്തെ ഡിസ്കഷനിലേക്ക് തിരിച്ചു വരുമ്പോൾ വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ സെക്രട്ടറി ലയോ ഒരു താരതമ്യം നമ്മൾ ചെയ്തതുപോലെ നമ്മുടെ പുതിയ മാർപ്പാപ്പ ലയോ 14 മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പയെ ആദരിച്ചുകൊണ്ട് ഓർമ്മിച്ചുകൊണ്ട് നന്ദി പറയുകയും ചെയ്തു. അപ്പൊ അതും വലിയൊരു കൈയടിക്കും കരഘോഷങ്ങളോടെയാണ് ജനങ്ങൾ സ്വീകരിച്ചത്. എനിക്കത് മാർപ്പാപ്പ തെരഞ്ഞെടുത്ത ആ പുതിയ പേര് തന്നെ വലിയ ഒരു സ്വീകാര്യത വിശ്വാസികളുടെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട്. കാരണം നമ്മൾ സംസാരിച്ചപ്പോ കുറച്ചു പേര് പറഞ്ഞിരുന്നു ലയോ വളരെ ഇഷ്ടപ്പെട്ട പേരാണ്, സഭയെ സ്നേഹിച്ചൊരു മാർപ്പാപ്പ തന്നെയുടെ 13 മാർപ്പാപ്പയുടെ ഒരു പിന്തുടർച്ചയായിട്ട് കണ്ടതുകൊണ്ട് അവർക്ക് ഒരു വലിയൊരു സ്നേഹം ആദരവ് അവരുടെ ഉള്ളിലുള്ളതായിട്ട് നമ്മൾ കണ്ടു. ഏതായിരുന്നാലും പുതിയ മാർപ്പാപ്പ ലിയോ 14 മാർപ്പാപ്പ തിരുസഭയ്ക്ക് ഒരു വരദാനമാണ്, ദാനമാണ്. അനേക കോടി ജനതയുടെ പ്രാർത്ഥനയുടെ ഫലമാണ് നമ്മൾ മെയ് 8-ാം തീയതി വത്തിക്കാൻ സ്ക്വയറിൽ നമ്മൾ സാക്ഷ്യം വഹിച്ചു കൊണ്ടിരുന്നത് എന്ന് നമുക്ക് വിശ്വസിക്കാം. അതെ ജോബിച്ച, തീർച്ചയായിട്ടും നമ്മുടെ പ്രാർത്ഥനകളുടെ ഫലമായിട്ട് പുതിയൊരു മാർപ്പാപ്പയെ നമുക്ക് കിട്ടി. പക്ഷെ നമ്മുടെ ഉത്തരവാദിത്വം ഇവിടെ അവസാനിക്കുന്നില്ല. കാരണം ഇന്നു മുതൽ മാർപ്പാപ്പ മിഷൻ ഫീൽഡിലേക്ക് ഇറങ്ങുകയാണ് ഒഫീഷ്യലായിട്ട്, സഭയുടെ ഇടയൻ എന്ന നിലയിൽ. ഞാൻ അത് പറഞ്ഞപ്പോൾ ഒരു കാര്യം ഓർക്കുന്നത്, ഈ ലയോ 14 മാർപ്പാപ്പ ആ നമ്മുടെ ഈ ഹോമിലി പോലെ നമുക്ക് സന്ദേശം തന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അതിൽ അദ്ദേഹം പ്രത്യേകം ഊന്നി പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ ഒരു മിഷണറി സഭയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് അദ്ദേഹം പങ്കുവെച്ചു. സഭ മിഷണറിയാണെന്ന് അദ്ദേഹം പറഞ്ഞു. അതും വലിയൊരു കരഘോഷത്തോടെയാണ് അദ്ദേഹം ജനങ്ങൾ സ്വീകരിച്ചത്. അതായത് എവാഞ്ചലൈസേഷന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു മാർപ്പാപ്പയെ ആണെന്ന് എനിക്ക് തോന്നുന്നത്. അതെ, തീർച്ചയായിട്ടും ജോബിച്ച. അതായത് ഒരു മിഷണറി കോൺഗ്രിഗേഷൻ, അത് ഓർഡർ ഓഫ് അഗസ്റ്റീനിയൻസും മിഷണറിയാണ്. അതുപോലെ അദ്ദേഹം മിഷണറി ആയിട്ട് പെറുവിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും മിഷണറി സ്പിരിറ്റ് അദ്ദേഹത്തിൻ്റെ പപ്പസിയിൽ തീർച്ചയായും കാണുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ ഒരു മിഷണറി എന്ന നിലയിൽ അദ്ദേഹത്തിന് നിരവധി ലാംഗ്വേജ് കൈകാര്യം ചെയ്യാനായിട്ട് അറിയാം. ഇംഗ്ലീഷ് അറിയാം, ഇറ്റാലിയൻ അറിയാം, സ്പാനിഷ്, പോർച്ചുഗീസ്, ഫ്രഞ്ച്, പിന്നെ ജർമ്മൻ വായിക്കാൻ അറിയാമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, പിന്നെ ലാറ്റിൻ. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു മിഷണറി എന്ന നിലയിൽ നിരവധി ലാംഗ്വേജിനെയും കൾച്ചറിനെയും എല്ലാം സ്വീകരിക്കുവാനും പ്രവർത്തിക്കുവാനും ഉള്ള ഒരു വലിയ കാഴ്ചപ്പാടുള്ള പാപ്പ തന്നെയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായിരുന്നാലും മാർപ്പാപ്പ രോഗിയായി കിടന്നപ്പോൾ പ്യാറ്റ്സ സാൻ പിയത്രോയിൽ അവിടെ ഉണ്ടായിരുന്ന പ്രെയർ ഫോർ പോപ്പ് റോസറി പ്രിഗിയരെ പേർ നമ്മൾ എല്ലാ ദിവസവും പറ്റുന്ന ദിവസങ്ങളെല്ലാം തന്നെ പോയിരുന്നു. ആ ദിവസവും അല്ലാതെ വിവിധ സാഹചര്യങ്ങളിൽ നമ്മൾ ഈ റോബർട്ട് ഫ്രാൻസിസ് പ്രവോസ്റ്റിനെ കണ്ടിട്ടുണ്ട്. വളരെ സിംപ്ലിസിറ്റിയോട് കൂടിയാണ് നമ്മൾ അദ്ദേഹത്തെ കണ്ടത്. ആരും ശ്രദ്ധിക്കപ്പെടാതെ ഒരു ബാഗും പിടിച്ച് വളരെ എളിമയോടുകൂടി അധികം സംസാരിക്കാതെ നടക്കുന്ന ഒരു കർദിനാളിനെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പം അങ്ങനെയുള്ള ഒരു കർദിനാളിന് ആരും ശ്രദ്ധിക്കപ്പെടാതിരുന്ന, മാധ്യമങ്ങളെ സത്യം പറഞ്ഞ മാധ്യമങ്ങളെ ദൈവം നാണം കെടുത്തിയ ഒരു തെരഞ്ഞെടുപ്പാണ് മാർപ്പാപ്പയുടെ ഇലക്ഷനാണിത്. അത് തന്നെ സൂചിപ്പിക്കുന്നത് കത്തോലിക്ക സഭയുടെ പ്രവർത്തനങ്ങൾ മാനുഷിക ബുദ്ധി കൊണ്ട് സംഭവിക്കുന്നതല്ല, മാനുഷിക ഇടപെടലുകൾ കൊണ്ട് സംഭവിക്കുന്നതല്ല. അത് പരിശുദ്ധാത്മാവിൻ്റെ കൈവിരൽ തുമ്പുകൾ ചലിക്കുമ്പോൾ മാത്രം സംഭവിക്കുന്ന അത്ഭുതം തന്നെയാണ് എന്നാണ് ഈ തെരഞ്ഞെടുപ്പിലൂടെയും ദൈവം ലോകം മുഴുവനുള്ള മാധ്യമങ്ങളെയും ലോകം മുഴുവനെയും പഠിപ്പിച്ചത്. കാരണം ആരും പ്രതീക്ഷിക്കാതെ അധികം ശ്രദ്ധിക്കപ്പെടാത്ത ഒരു വ്യക്തിയെ ദൈവം ലോകദൃഷ്ടിയിൽ ബുദ്ധിമാന്മാരല്ലാത്ത ലജ്ജിപ്പിക്കുവാൻ ഭോഷന്മാരെ തെരഞ്ഞെടുത്തു എന്ന പൗലോസ്ലീഹ പറയുന്ന വചനം പോലെ ശ്രദ്ധിക്കപ്പെടാത്ത ഒരു വളരെ സിമ്പിളായിട്ടുള്ള ഒരു കർദിനാളാണ് നമ്മുടെ പുതിയ മാർപ്പാപ്പയായി ലയോ 14 മാർപ്പാപ്പയായി മാറിയിരിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ജോബി വെച്ചാൽ നമുക്ക് ഞാൻ പറഞ്ഞ പോലെ പാപ്പയുടെ മിഷൻ ഫീൽഡ് ആരംഭിക്കുകയാണ് ഇന്നു മുതൽ ഇടയൻ എന്ന നിലയിൽ. അതായത് നമ്പർ 1 ഇൻ ദ കാത്തലിക് ചർച്ച് എന്ന് പറയാലോ നമ്മുടെ ഇടയൻ. അതുകൊണ്ട് തീർച്ചയായിട്ടും വിശ്വാസികളായി നമ്മളെല്ലാവരും ഇതുവരെ പ്രാർത്ഥിച്ചു നല്ലൊരു പാപ്പയെ കിട്ടുവാൻ വേണ്ടി ഇനി നമ്മൾ തുടർച്ചയായിട്ടും പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്. അത് പാപ്പ പറയുകയും ചെയ്തു, എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന്. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനയിൽ തുടർച്ചയായിട്ട് നമുക്ക് പ്രാർത്ഥനയിലൂടെ ആത്മീയമായിട്ട് നമുക്ക് ശക്തിപ്പെടുത്താം. അങ്ങനെ ഏറ്റവും ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ദൈവത്തിൻ്റെ
ഹൃദയത്തിൽ ആയ പാപ്പ എന്ന നിലയിൽ ഏറ്റവും ശക്തമായ രീതിയിൽ കാലഘട്ടത്തിൻ്റെ ആവശ്യത്തിനനുസരിച്ച് ലോകത്തിനും സഭയ്ക്കും നന്മ ചെയ്യുവാനും ശക്തമായൊരു പാപ്പയായി തീരുവാൻ വേണ്ടി നമുക്ക് ശക്തമായിട്ട് പ്രാർത്ഥിക്കാം. അതാണ് നമുക്ക് വിശ്വാസികളോടും പറയാനുള്ളത്. അതെ, കോൺക്ലേവില് നമ്മൾ പ്രാർത്ഥിക്കുകയായിരുന്നു പുതിയൊരു മാർപ്പാപ്പയ്ക്ക് ജന്മം ലഭിക്കുവാൻ. ഏതൊരു കുഞ്ഞും ജനിച്ചു കഴിയുമ്പോൾ ഏറ്റവും കൂടുതൽ ആവശ്യം പരിപാലന അതിനാവശ്യമുണ്ട്. നമ്മുടെ പുതിയ മാർപ്പാപ്പ ഒരു കുഞ്ഞിനെ പോലെ തിരുസഭയെ നയിക്കുവാൻ ആരംഭിച്ചു കഴിഞ്ഞു. നമ്മുടെ പ്രാർത്ഥനകൾ ജോജിയച്ചൻ പറഞ്ഞതുപോലെ, മാർപ്പാപ്പ നമ്മളോട് ആവശ്യപ്പെട്ടതുപോലെ നമുക്ക് തുടരാം. നമ്മുടെ ലയോ 14 മാർപ്പാപ്പ നമ്മുടെ പ്രാർത്ഥനയുടെ പിൻബലത്തിൽ, കണ്ണീർ നനവുള്ള പ്രാർത്ഥനകളുടെ പിൻബലത്തിൽ, ഓരോ ബലിയിലും അർപ്പിക്കപ്പെടുന്ന പ്രാർത്ഥനയുടെ പിൻബലത്തിൽ സഭയുടെ നന്മയ്ക്ക് വേണ്ടി പുതിയ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് തിരുസഭയെ നയിക്കുവാൻ ഇടയാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യാം.